ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയാകും. INDA ബോർഡ് സ്ഥാനാർത്ഥിയും മുൻ സുപ്രീംകോടതി ജഡ്ജിയുമായ B. സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. വോട്ടെണ്ണലിന് ശേഷം രാജ്യസഭാ സെക്രട്ടറി ജനറലും റിട്ടേണിംഗ് ഓഫീസറുമായ PC. മോഡിയാണ് പ്രഖ്യാപനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ 452 വോട്ടുകൾ നേടിയപ്പോൾ ശ്രീ സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകളാണ് ലഭിച്ചത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച രാധാകൃഷ്ണൻ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയത്തിലെത്തിയത്. RSS, ജനസംഘം തുടങ്ങിയ സംഘടനകളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഝാർഖണ്ഡ്, തെലങ്കാന, പുതുച്ചേരി, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഗവർണറായും ശ്രീ രാധാകൃഷ്ണൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. പ്രളയബാധിത പഞ്ചാബിന് പ്രധാനമന്ത്രി 1600 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകാനും തീരുമാനിച്ചു. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം. ആളപായമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു. നേപ്പാളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജി അംഗീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. നേപ്പാളിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സൈന്യവും പൌരന്മാരോട്, പ്രത്യേകിച്ച് യുവാക്കളോട് ശാന്തതയും സംയമനവും പാലിക്കാൻ അഭ്യർത്ഥിച്ചു. പ്രകടനത്തിനിടെയുണ്ടായ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ സംഘം രൂപീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. അഴിമതിക്കും സമൂഹമാധ്യമ നിരോധനത്തിനുമെതിരായ യുവജന പ്രക്ഷോഭത്തിനിടെ 19 യുവാക്കൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രകടനം അക്രമാസക്തമാവുകയായിരുന്നു. കാഠ്മണ്ഡുവിലകപ്പെട്ട 40ഓളം മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിൽ കുടുങ്ങിയ കൈലാസ് മാനസ സരോവർ തീർത്ഥാടകരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് ശ്രീ ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ലിബറൽ സെനറ്റർ ജസീന്ത പ്രൈസ് മാപ്പ് പറയണമെന്ന് നിർദ്ദേശിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. അൽബനീസിന്റെ മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിനായി ഇന്ത്യക്കാരെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ അനുവദിച്ചതായി പ്രൈസ് ഒരു റേഡിയോ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യൻ വിരുദ്ധ വികാരം വർദ്ധിച്ചുവരുന്ന വിഷയത്തിൽ ഓസ്ട്രേലിയയുമായി ചർച്ചകൾ തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. കാഴ്ചയുടെ വിരുന്നായി സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഭാര്യ അനഘ അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല വിജയൻ, മന്ത്രിമാർ തുടങ്ങിയവർക്കൊപ്പം ദക്ഷിണാഫ്രിക്കയിലെ മന്ത്രിയായ മാർട്ടിൻ മയ്യറും ഘോഷയാത്ര വീക്ഷിക്കാനെത്തിയിരുന്നു. വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 10,000-ലധികം കലാകാരന്മാരും വിവിധ ഫ്ളോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരുന്നു. ഉത്രട്ടാതി ജലമേളയിൽ മേലുകര കോറ്റാത്തൂർ പള്ളിയോടങ്ങൾ മന്നം ട്രോഫി സ്വന്തമാക്കി. R. ശങ്കർ സുവർണ ട്രോഫി നെല്ലിക്കൽ പള്ളിയോടത്തിന് ലഭിച്ചു. ലൂസേഴ്സ് ഫൈനലിൽ A ബാച്ചിൽ കുറിയന്നൂരും B ബാച്ചിൽ വൻമഴിയും ജേതാക്കളായി. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻ SIക്കെതിരെ സ്വീകരിച്ച നടപടികൾ ഒരാഴ്ചയ്ക്കകം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവി 1 മാസത്തിനകം വിശദീകരണം നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും വിശദീകരണം സമർപ്പിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് അടിയന്തര വിശദീകരണം തേടിയത്. നിപ ബാധയെ തുടർന്ന് 2 വർഷത്തോളമായി ചലനശേഷിയില്ലാതെ കഴിയുന്ന മംഗളൂരു മർദാല സ്വദേശിയായ ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിനും കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 17 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ആണ് മാതാപിതാക്കൾക്ക് ചെക്ക് കൈമാറിയത്. താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷന്റെ 2ാം ഘട്ട വിചാരണ നാളെ തിരുവനന്തപുരം പൂവാറിൽ നടക്കും. 2023 മെയ് 7-ാം തീയതി ഉണ്ടായ ബോട്ട് അപകടത്തിന്റെ കാരണങ്ങളും ഭാവിയിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിനായാണ് വിചാരണ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ 2.0 സ്കീമിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ മറ്റന്നാൾ മുതൽ മലമ്പുഴ ഉദ്യാനം അടച്ചിടും. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉദ്യാനത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.